ഒഴുകുന്ന ജലത്തിന്റെ അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ. 6400 കിലോമീറ്റർ നീളമുള്ള ഈ നദി തെക്കേ അമേരിക്കയുടെ 40% ഉൾക്കൊള്ളുന്നത്. കൂടാതെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണ് ആമസോൺ നദി. ഇങ്ങനെ അഭിമാനിക്കാൻ കാര്യങ്ങൾ പലതുമുള്ള ആമസോൺ നദിക്ക് ഇല്ലാത്ത ഒരു അടിസ്ഥാന കാര്യമുണ്ട്: പാലങ്ങൾ. സ്റ്റോറി ടൈൽ മലയാളത്തിന്റെ ഈ അധ്യായത്തിൽ എന്തുകൊണ്ടാണ് ആമസോൺ നദിക്ക് കുറുകെ പാലങ്ങൾ നിർമ്മിക്കാത്തത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 6 രാജ്യങ്ങളെ തൊട്ടാണ് ആമസോൺ നദി ഒഴുകുന്നത്. ബ്രസീൽ, പെറു, കൊളംബിയ, ഇക്വഡോർ, ബൊളീവിയ, വെനിസ്വല എന്നിവയാണ് ആ രാജ്യങ്ങൾ. എന്നാൽ ഇതിലേറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം ഇത്ര വിശാലമായ നദിക്ക് കുറുകെ പാലങ്ങളൊന്നുമില്ല എന്നതാണ്. ആമസോണിലാണ് ലോകത്തെ ഏറ്റവും വലിയ നീർത്തട വ്യവസ്ഥയുള്ളത്. ഇത് ഏകദേശം ലോകത്തിലെ മൊത്തം നദിയൊഴുക്കിന്റെ 1/5 വരും. ആമസോണിന്റെ ഭീമമായ വലിപ്പം കാരണമായി ഇതിനെ കടൽ നദി എന്നും വിളിക്കാറുണ്ട്. നമുക്കറിയാം, കാലം പുരോഗമിക്കുകയാണ്. ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പുതിയ റോഡുകളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെടുന്നു. എത്ര ചെറിയ നദിയായാലും തോടായാലും അതിനെ മുറിച്ചു കടക്കാൻ പാലങ്ങളും ബണ്ടുകളും ഒക്കെ കാണും. എന്നാൽ 6 രാജ്യങ്ങളൂടെ കടന്നു പോയിട്ടും അവിടെ ഒന്നും നദിക്ക് കുറുകെ ഒരൊറ്റ പാലം പോലും ഇല്ലെന്നത് വിചിത്രമായ കാര്യമാണ്. ആമസോണിനേക്കാൾ ചെറിയ നദികളിൽ പോലും 100 കണക്കിന് പാലങ്ങളുണ്ട്. ഏറ്റവും നീളം കൂടിയ നദിയായ നൈലിന് 1-ലധികം പാലങ്ങളുണ്ട്. ഇതിൽ 9 കെയ്റോയിൽ മാത്രമാണ്. ആമസോണിൽ ഒരു സ്ഥലത്തും പാലങ്ങളില്ലാത്തതിനാൽ ആളുകൾക്ക് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് കടക്കാൻ പ്രയാസമാണ്. അതിന് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട്. സ്വിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂറിച്ചിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അധ്യക്ഷൻ വാൾട്ടർ കോഫ്മാൻ പറയുന്നത് കാരണം വളരെ സിമ്പിളെന്നാണ്. നദിയുടെ കുറുകെ പാലങ്ങൾ പണിയേണ്ട ആവശ്യമില്ല. കാരണം ജനവാസം കുറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് നദി കൂടുതലായും കടന്നു പോകുന്നത്. ജനവാസം കുറഞ്ഞ മേഖലകളിൽ പാലങ്ങൾ എന്നല്ല റോഡുകൾ പോലും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പാലം പണിതാലും അതിനെ ബന്ധിപ്പിക്കാൻ ആവശ്യമായ പ്രധാന റോഡുകളൊന്നും തന്നെ അവിടെ ഉണ്ടാകില്ല. കൂടാതെ നദി ഒഴുകുന്ന വലിയ പട്ടണങ്ങളിൽ ആളുകളെ മറുകര എത്തിക്കാൻ സുസ്ഥിരമായ ഗതാഗത സൗകര്യങ്ങളുണ്ട്. അവിടങ്ങളിൽ പാലത്തിന്റെ ആവശ്യമില്ല. കോഫ്മാൻ പറയുന്നതിനനുസരിച്ച് ആമസോണിന് മുകളിലൂടെ പാലങ്ങളില്ലാത്തതിന്റെ പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ്. ഇതുകൂടാതെ മറ്റൊരു കാര്യമുള്ളത്, പാലങ്ങൾ നിർമ്മിക്കുന്നതിന് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. നദിയുടെ അടിത്തട്ട് ചതുപ്പാണ്. അവിടെ മൃദുവായ മണ്ണാണുള്ളത്. അത്തരമൊരു സ്ഥലത്ത് പാലം പണിയുമ്പോൾ വളരെ നീളമുള്ള ആർച്ചുകളും വളരെ ആഴത്തിലുള്ള അടിത്തറയും പാകേണ്ടി വരും. ഇതിനു വേണ്ടി വരുന്ന ചിലവ് ഭീമമാണ്. ആമസോണിന്റെ പരിസ്ഥിതി ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒന്നാണ്. ആഴമുള്ള നദിയായതിനാൽ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ കുറുകെ പാലങ്ങൾ പണിയുന്നത് വെല്ലുവിളിയാണ്. പകരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വായു നിറച്ച ബോട്ടുകൾ തന്നെയാണ് നല്ലതെന്നാണ് കോഫ്മാന്റെ നിരീക്ഷണം. ആമസോണിന് കുറുകെ പാലങ്ങളൊന്നുമില്ലെങ്കിലും അതിന്റെ പ്രാഥമിക പോഷക നദിയായ നെഗ്രോ നദിക്ക് കുറുകെ പോണ്ടെ റിയോ നെഗ്രോ എന്ന ഒരു പാലമുണ്ട്. 2011 ഈ പാലം നിർമ്മിച്ചത്.